ഏറെ ഗുരുതരമായ ഒരു ആരോപണമാണ് ചർച്ചയാക്കുന്നത്. നടൻ മുകേഷിനെതിരെ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് നടത്തിയ വെളിപ്പെടുത്തൽ. മുകേഷ് പലതവണ മുറിയിലേക്ക് വിളിപ്പിച്ചു എന്നാണ് പറയുന്നത്. 2019 സമൂഹ മാധ്യമങ്ങളുടെ നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുന്നത്. എന്നാൽ ആരോപണം ഉന്നയിച്ച യുവതിയെ ഇതുവരെ കണ്ടിട്ടില്ല എന്നായിരുന്നു മുകേഷ് MLA-യുടെ പ്രതികരണം. പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നുകൂടി മുകേഷ് പറഞ്ഞു വെക്കുകയാണ്. ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രതിപക്ഷമാണോ എന്ന ചോദ്യത്തിൽ എന്തായാലും ഭരണപക്ഷമല്ല എന്നായിരുന്നു മുകേഷിന്റെ മറുപടിയും. ആരോപണം ബാലിശമാണെന്ന് കൂടി മുകേഷ് MLA പറയുകയാണ്. 6 കൊല്ലം മുമ്പ് ഇതിങ്ങനെ വന്നപ്പോൾ സ്ഥാനാർത്ഥി നിർണയം വരെ അടി നടന്നു പ്രതിപക്ഷത്ത്. മൂന്ന് നേതാക്കന്മാർ, ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് നാണം കെട്ട എല്ലാം കഴിഞ്ഞില്ലേ. പിന്നെ അല്ലാതെ CPM-ന്റെ MLA ആകുമ്പോഴത്തേക്ക് കയറി ഇറങ്ങി അങ്ങോട്ട് എന്തെങ്കിലും പറയാമല്ലോ എന്നുള്ളതാണ്. എനിക്ക് വേറൊന്നും പറയാനില്ല. എനിക്കിപ്പോഴും ഓർമ്മയില്ല, കണ്ടിട്ടില്ലെന്ന്. ഞാൻ ഇതിപ്പോഴല്ലെന്ന് 6 കൊല്ലം മുമ്പ് 2018 പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. ഫോൺ വിളിച്ചു രാത്രിയിൽ പല പ്രാവശ്യം. ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല. എടുക്കാതെ ഞാനാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? അങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നേ പോയത്. രഞ്ജിത്തിന്റെ പോലെ അല്ലല്ലോ ഇത്. 26 കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യം ഇപ്പോൾ വീണ്ടും എടുത്തോണ്ട് വരുന്നു പറഞ്ഞാൽ ബാലിശമായി, വളരെ വളരെ മോശമാണ്. CPM-ന്റെ MLA അല്ലായിരുന്നെങ്കിൽ ഇവരെങ്ങാനും തിരിഞ്ഞു നോക്കൂ. പിന്നെ ഇത് ടാർഗറ്റ് തന്നെ. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന ടാർഗറ്റാ. CPM-ന്റെ അന്ന് 26 കൊല്ലം മുമ്പ് നടന്നതല്ലേ, എന്നാ പിന്നെ ഒന്നുകൂടി ഇരിക്കട്ടെ. റോഷിപാലുണ്ട്, ഒപ്പം ദിലീപ് ദേവസ്യം. റോഷിപാലിലേക്ക് ആദ്യം. റോഷിപാൽ, അങ്ങനെയാണോ മുകേഷ് പറയുന്നത് പോലെയാണോ പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട്? ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വീണ്ടും ഇത്തരത്തിൽ ഉള്ള താരങ്ങൾ അവർക്കെതിരായ ആരോപണങ്ങളൊക്കെ തുറന്നു പറയലുകളൊക്കെ തന്നെ ചർച്ചയാവുകയാണ്. പലരും ആ പരാതികളിൽ തങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അന്ന് നീതി കിട്ടിയില്ല, ഇനിയെങ്കിലും നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ്. രേവതി സമ്പത്തിനെ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ടെസ് ജോസഫ് ഇപ്പോൾ പരസ്യമായൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. നമ്മൾ ഉൾപ്പെടെ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവർ സംസാരിക്കാൻ തയ്യാറായില്ല. അവരുടെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റിൽ പോലും നീതി എന്നത് അകലെയാണല്ലോ എന്നുള്ള ഒരു തോന്നലുണ്ടാക്കുന്ന രീതിയിലുള്ള പോസ്റ്റാണ് അവർ ഇട്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ട് സിനിമാ സംഘടനകളുടെയൊക്കെ മൗനത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ്. അവർ കൃത്യമായും അവരുടെ ആരോപണം അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഡെറിക് ഒബ്രിയാനെ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടായിരുന്നു അന്ന് അവർ പോസ്റ്റ് ഇട്ടത്. ഒരു റിയാലിറ്റി ഷോയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരുന്ന ടെസ് ജോസഫ് മുകേഷിനെതിരെ തെളിവുകൾ സഹിതം തന്റെ പക്കലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇനിയും ഒഴിഞ്ഞു മാറാൻ കഴിയുമോ മുകേഷിനെ? പ്രതിപക്ഷം ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? നേരത്തെ ബിന്ദു കൃഷിയുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് മറ്റു ഗുരുതരമായ ആരോപണങ്ങൾ, വേറെയും ആരോപണങ്ങൾ മുകേഷിനെതിരെ ഉണ്ട് എന്നൊക്കെയാണ്. പ്രതിപക്ഷം എങ്ങനെയാണ് ഇത് ആയുധമാക്കാൻ പോകുന്നത്? വിനീത, പ്രതിപക്ഷം എന്തായാലും ഇത് ശക്തമായി മുന്നോട്ട് കൊണ്ടുവരും. കാരണം മുകേഷ് ജനപ്രതിനിധി കൂടിയാണ്. പ്രതിപക്ഷത്തിന് മുകേഷിനെതിരെ, സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വന്നപ്പോൾ തന്നെ അത് പ്രതിപക്ഷം ആയുധമാക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണവും സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള ആയുധമാക്കി പ്രതിപക്ഷം മാറ്റി. ഇനി ഏതായാലും മുകേഷിനെതിരെയും സമാനമായ നിലപാട് സ്വീകരിക്കും. വരും ദിവസങ്ങളിൽ മുകേഷിനെതിരെയുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഒറ്റ കാരണത്താലാണ് ഈ തരത്തിൽ വേട്ടയാടപ്പെട്ട, നിരവധി തവണ പീഡനത്തിന് ഇരയായ സിനിമാ താരങ്ങൾ അവർ നിർഭയത്തോടെ, ആത്മധൈര്യത്തോടെ പുറത്തേക്ക് വരാൻ, ഇങ്ങനെ വിളിച്ചു പറയാൻ, പൊതുസമൂഹത്തോട് തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ വിളിച്ചു പറയാൻ കാരണമായത്. ഇനിയും ഏറെ കാര്യങ്ങൾ സാംസ്കാരിക വകുപ്പിന്റെ കയ്യിലുണ്ട്. പുറത്തു വരാത്ത തെളിവുകളുണ്ട്, പുറത്തു വരാത്ത മൊഴിപ്പകർപ്പുകളുണ്ട്. എല്ലാം സാംസ്കാരിക വകുപ്പിന്റെ കയ്യിൽ ഭദ്രമായുണ്ട്. അതിൽ പരിശോധന നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. പക്ഷേ സർക്കാർ ഇപ്പോഴും ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഒരുപക്ഷെ അതിനകത്തുള്ളതാണോ ഈ മൊഴി, അല്ലെങ്കിൽ ഇതുവരെ അതിൽ ഉൾപ്പെടാത്ത മൊഴിയാണെങ്കിൽ പോലും ഈ തരത്തിൽ ഉള്ള ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ അത് പ്രതിപക്ഷം എന്തായാലും അത് ഉപയോഗിക്കും. അത് രാഷ്ട്രീയ ആയുധമായി തന്നെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുകേഷിനെതിരെ വരും ദിവസങ്ങളിൽ സ്വാഭാവികമാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. വിനീത, ദിലീപ് ദേവസ്വം കൂടി ചേരുന്നു. ദിലീപ്, ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയാണ് മുകേഷ്. പക്ഷേ അങ്ങനെയല്ല എന്ന് അവരുടെ കഴിഞ്ഞ ദിവസത്തെയും പോസ്റ്റിലൂടെ വ്യക്തമാവുകയാണ്. ഈ ആരോപണങ്ങളൊക്കെ മുകേഷ് തള്ളുന്നു. പക്ഷേ പ്രതിപക്ഷം ഇതിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. MLA CPM കാരനായതുകൊണ്ട് മാത്രമുള്ള ഒരു പോസ്റ്റ് എന്ന് നമുക്ക് കരുതാമോ? നേരത്തെ തന്നെ ഉയർന്ന ആരോപണങ്ങളാണ്. എന്താണ് മുകേഷിന്റെ നിലപാട്?
വിനീത, മുകേഷിൻ്റെ നിലപാട് ഇപ്പോഴും താൻ ഒരു CPM-ൻ്റെ MLA ആയതുകൊണ്ടുണ്ടായ ആരോപണമാണെന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. CPM-ൻ്റെ MLA അല്ലായിരുന്നുവെങ്കിൽ എന്നെ തിരിഞ്ഞു നോക്കില്ല എന്നുള്ള നിലപാട്, എന്നുള്ള വസ്തുത കാര്യങ്ങളാണ് ഈ മുകേഷ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. തനിക്ക് ഈ പെൺകുട്ടിയെ അറിയില്ല, താൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടേ ഇല്ല എന്നുള്ള പ്രതികരണമാണ് മുകേഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. 2018-ലും സമാനമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീടൊന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ് തന്നെ ഇതിൽ നേരിടുന്നതെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പിന്നിൽ പ്രതിപക്ഷമാണോ എന്ന ചോദ്യത്തിന് എന്തായാലും ഭരണപക്ഷമല്ല എന്നുള്ള മറുപടിയാണ് മുകേഷ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഏറ്റവും വ്യക്തമായ കാര്യങ്ങൾ മുകേഷ് ഇന്നലെ നമ്മുടെ അടുത്ത് പ്രതികരിച്ചത്, തനിക്ക് 40 കൊല്ലത്തെ അഭിനയ പരിചയമുണ്ട്, ഇത്രയും കാലത്ത് ഇത്തരത്തിലുള്ള ഒരു ഇത് വന്നിട്ടില്ല, അതുകൊണ്ട് ഹേമ കമ്മിറ്റിയെ അദ്ദേഹം പേടിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് പറഞ്ഞത്. കാരണം ഈ ഇന്നലെ പ്രധാനമായി അദ്ദേഹത്തോട് ചോദിച്ചത് ഇതിൽ പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു അത്തരത്തിൽ പവർ ഗ്രൂപ്പ് ഒന്നും പ്രവർത്തിക്കുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ സിനിമാ മേഖല ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് സിനിമയിൽ അദ്ദേഹം MLA ആയതുകൊണ്ട് ചില തിരക്കുകൾ ഉണ്ടാകുകയും ചെയ്തു. ആ തിരക്കിൻ്റെ സാഹചര്യം ചിലപ്പോൾ അഭിനയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു തിരക്കഥാകൃത്ത് പറഞ്ഞത് തന്നെ കണ്ടെഴുതിയ സിനിമയാണ്, അപ്പോൾ താൻ തന്നെ അഭിനയിക്കേണ്ടതുണ്ട്, അതിനെ ഒരു പവർ ഗ്രൂപ്പ് വിചാരിച്ചാലും ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കില്ല, അതുകൊണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ പറഞ്ഞ മുകേഷിനെതിരെ ഇന്ന് ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഒരു ആരോപണം സമൂഹ മാധ്യമങ്ങളിൽ ഉന്നയിക്കുന്നു. നേരത്തെയും തന്നെ 2018-ലും ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ അതിൻ്റെ ഇത് ഗൗരവമായി തന്നെ എടുക്കും. നേരത്തെ റോഷിപാൽ പറഞ്ഞതുപോലെ തന്നെ ഭരണപക്ഷ MLA ആയതുകൊണ്ട് ഇതിനെ പ്രതിപക്ഷം വലിയ തോതിൽ എടുക്കുകയും ചെയ്യും. കൂടാതെ ഇന്ന് 4 മണിക്ക് യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ മുകേഷിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. രാഷ്ട്രീയകരമായിട്ട് തന്നെ ഇതിനെ ഏറ്റെടുക്കുകയും ചെയ്തത്. അതൊരു രാഷ്ട്രീയമായി തന്നെ മുകേഷിനെതിരായ ആരോപണം ഉയർത്തുകയാണ് പ്രതിപക്ഷം. പക്ഷേ ഇതെല്ലാം ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് മുകേഷ് MLA. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്തിന് രാജി വെക്കേണ്ടി വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സമ്മർദ്ദം ചെലുത്തി രഞ്ജിത്ത് രാജിവെച്ചതിന് പിന്നാലെ ഇപ്പോൾ മുകേഷ് MLA-ക്കെതിരായ ആരോപണങ്ങളും CPM-നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. റോഷിപാലും ദിലീപ് ദേവസ്യം വിവരങ്ങൾ നൽകുകയായിരുന്നു.